ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ജീവനും ജീവിതവും എന്ന തിരുവചന പഠന പരമ്പരയിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ലേഖനങ്ങൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനമാണെന്ന് പറയാറുണ്ട്. ലേഖനങ്ങളിലുടനീളം ആദ്യകാല ക്രിസ്ത്യാനികളുടെ അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ധാർമ്മിക രീതികൾ, സഭാഘടനകൾ, ദൈവശാസ്ത്രം ഇതെല്ലാം നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഴുത്തുകാരായിട്ടുള്ള അപ്പോസ്തലന്മാര് വിശ്വാസികൾക്കിടയിൽ നിലനിർത്തേണ്ടതായ വിശ്വാസം, അതുപോലെ സ്നേഹം, ഐക്യം എന്നീ ഇത്യാദി വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ടും വിശാലമായിട്ടും പ്രതിപാദിച്ചിട്ടുമുണ്ട്. മറ്റു മേഖലകൾ നമ്മൾ നോക്കിയാൽ വിശ്വാസം മൂലമുള്ള രക്ഷയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ ആളുകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന സമൂഹങ്ങളിൽ, സംസ്കാരങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകളോട് ക്രിസ്ത്യാനികൾക്കുണ്ടായിരിക്കേണ്ട ക്രിസ്തീയ ഭാവം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശാലമായിട്ട് ലേഖനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് അതോട് ചേർന്ന് തന്നെ ഉള്ള ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് അതിന്റെ സംഘാടകർ തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ള ഉപദേശവും ജീവിതവും, ലേഖനങ്ങൾ പഠിപ്പിക്കുന്ന സന്തുലനം. നമുക്കറിയാം, ഉപദേശത്തിനും ജീവിതത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. പൊതുവെ പറയാറുണ്ടല്ലോ, ഉപദേശം പൊതുവെ ഭിന്നിപ്പിക്കും, സ്നേഹം അത് ഒന്നിപ്പിക്കുകയാണ്. ഇതൊരു ധാരണ പിശകാണോ, അതെയോ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസപ്പെട്ട കാര്യങ്ങളാണോ? ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? ഒരു സമയത്ത് ഉപദേശത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നതാണ്, എന്നാൽ പിന്നീട് ചിലപ്പോഴൊക്കെ പറഞ്ഞു വന്നപ്പോഴൊക്കെ ജീവിതത്തിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ പഠനങ്ങളിലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടും ഒക്കെ നമുക്ക് ഇന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാനും പഠിക്കുവാനും അതിനുശേഷം ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ദൈവത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ പഠനത്തിനായിട്ട് ഒരുങ്ങാം. നമുക്കൊരു കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനം പഠിക്കാനായി നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം നമുക്കൊരു സന്ധ്യാസമയം നൽകി. പ്രാർത്ഥിച്ചതുപോലെ അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. പ്രത്യേകിച്ചും നമ്മളിന്ന് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ, നിയമലേഖനങ്ങളിൽ ഉപദേശവും, അതായത് ക്രിസ്തീയ പഠിപ്പിക്കലുകളും പ്രായോഗിക ജീവിതവും ഇത് തമ്മിലുള്ള സന്തുലനം എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക, അതാണ് നമ്മുടെ പഠന വിഷയം. ഉപദേശത്തെ താഴ്ത്തിക്കെട്ടുന്ന ഒരു പ്രവണത ആളുകളുടെ ഇടയിൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ പറയുമല്ലോ, തിയോളജി പഠിച്ചതുകൊണ്ടും ഉപദേശം ഒരുപാട് പഠിച്ചതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജീവിതമാണ് വലുത്. അങ്ങനെ പറയാൻ ചില കാരണങ്ങളുമുണ്ട്. ഒരു പ്രധാന കാരണം, ഉപദേശത്തിന്റെ പേരിലാണ് മനുഷ്യർ തമ്മിലുള്ള ഭിന്നതകള്, സഭാവ്യത്യാസങ്ങൾ അധികവും ഉടലെടുത്തിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായൊരു കാര്യമാണ്. അത് മാത്രമല്ല, പല ഉപദേഷ്ടാക്കന്മാരുടെയും ജീവിതം വലിയ ഉപദേശങ്ങളും വളരെ നിശ്ചയമുള്ള ഉപദേശ സത്യങ്ങളും ഒക്കെ അവർ പറയുമെങ്കിലും, പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും, അതിനുവേണ്ടി വീറോട് വാദിക്കുകയും ചെയ്യുമെങ്കിലും, അവരുടെ ജീവിതം അതിനോട് പൊരുത്തപ്പെടുന്നതായിട്ട് പലപ്പോഴും കാണുന്നതുമില്ല. ഉപദേശിക്കുന്ന ആളുകളുടെ ജീവിതം നന്നാകുന്നില്ല എന്നുള്ളത് കൊണ്ടും ഈ ഉപദേശം കൊണ്ട് വലിയ കാര്യമില്ല, ജീവിതം ശരിയാക്കുന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞ് ഉപദേശത്തെ അപ്രധാനമായി കാണുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുവശം ഉണ്ട്. അത് ഉപദേശത്തിന് വേണ്ടി വലിയ കലാപം ഉണ്ടാക്കുകയും, ഉപദേശമാണ് വലുത്, ഉപദേശം തെറ്റിക്കരുത്, വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരരുത് എന്ന് പറയുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നവര് ജീവിതത്തിലെ പരാജയങ്ങളെ, ഗൗരവമായ പരാജയങ്ങളെ പോലും
നിസ്സാരവൽക്കരിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു മറുവശമാണ്. സത്യം, നീതി, വിശ്വസ്തത എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന കുലീനമായ മൂല്യങ്ങളൊന്നും ജീവിതത്തിൽ കുറഞ്ഞാലും ഇല്ലെങ്കിലും തന്നെ പ്രശ്നമില്ല. ചെറിയൊരു വ്യാഖ്യാന വ്യത്യാസമോ അത് തമ്മിലൊരു ചെറിയ വള്ളിക്കോ പുള്ളിക്കോ ഉള്ള വ്യത്യാസങ്ങളോ ഒക്കെ വന്നാൽ അതൊക്കെ വലിയ ഗൗരവമായിട്ട് എടുക്കുകയും അതിനുവേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരു വശത്ത് കർത്താവ് പറഞ്ഞല്ലോ, പരീശന്മാരെ പറ്റി പറഞ്ഞതുപോലെ അപ്പനോ അമ്മയ്ക്കും കൊടുക്കാനുള്ളത് കുർബാൻ വഴിപാടാകുന്നു നിങ്ങൾ പറയുകയും, എന്നാൽ അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഒന്നും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല. ഉപദേശത്തിന് വലിയ നിഷ്ഠ നിങ്ങൾ കൊടുക്കും, എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ആ മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങളൊന്നും കാണുകയില്ല. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഉപദേശമോ വലുത്, ജീവിതമോ വലുത്, പ്രായോഗിക ജീവിതമോ വലുത് എന്നുള്ള സംവാദങ്ങളും ചർച്ചകളും ആളുകളുടെ ജീവിതത്തിൽ അതിനുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നത്. എന്നാൽ നാം ഇന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യം, ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ക്രിസ്തീയ ഉപദേശവും ക്രിസ്തീയ ജീവിതവും തമ്മിൽ വേർപിരിയാത്ത ഒരു ബന്ധമാണുള്ളത്. ഒന്നിനെ അവഗണിച്ച് മറ്റൊന്നിനെ മുറുകെ പിടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ക്രിസ്തീയ പഠിപ്പിക്കലുകളും ക്രിസ്തീയ പ്രായോഗിക ജീവിതവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയാണ് നാം ഇപ്പോൾ കേട്ടതുപോലെ പുതിയ നിയമത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളുടെ ആ ക്രമം തന്നെ. റോമാലേഖനം ഉദാഹരണമായിട്ട് നോക്കിയാൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ അതിന്റെ ഔട്ട്ലൈൻ അറിയാവുന്ന നമുക്കറിയാം. 11 അധ്യായങ്ങളും ഉപദേശപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് എഴുതുമ്പോൾ, അതായത് രക്ഷാ ശാസ്ത്രം തന്നെ വിശദമായി അത് അവതരിപ്പിക്കുകയും വിശുദ്ധീകരണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ട് ഇസ്രായേലിലുള്ള പങ്കും സ്ഥാനവും ഒക്കെ പറഞ്ഞതിന് ശേഷം 12-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സലിവിനെ പറ്റി പറഞ്ഞു, അത് രക്ഷയിൽ വെളിപ്പെട്ട മനസ്സലിവിനെ പറ്റി പറഞ്ഞിട്ട് അത് വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യതിയാനങ്ങൾ, ജീവിതത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണം എന്നതിനുള്ള പറ്റിയുള്ള പ്രബോധനങ്ങളാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം എടുത്താലും ഏകദേശം ഇപ്രകാരമുള്ള ഒരു ഡിവിഷൻ നമുക്ക് കാണാം. 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ ക്രിസ്തീയ ശുശ്രൂഷ, പുതിയ നിയമ ശുശ്രൂഷയുടെ മഹത്വം പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷവും നീക്കി എന്ന് പറഞ്ഞു തുടങ്ങി ജീവിതത്തിന്റെ വശങ്ങളിലേക്കും പ്രായോഗിക വശങ്ങളിലേക്കും പല വിഷയങ്ങളിലേക്കും അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. എഫേസ് ലേഖനത്തിലും ഏതാണ്ട് ഇതുപോലൊരു വേർതിരിവ് 1 മുതൽ 3 വരെ അധ്യായങ്ങളിലും 4-ന്റെ 1 മുതലും നമുക്ക് വായിക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അവകാശമാക്കിയവരാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ നടക്കണം? ഇപ്രകാരമുള്ള ഈ കൃത്യമായ വേർതിരിവുകൾ ഉള്ള ലേഖനങ്ങളിൽ മാത്രമല്ല, പൗലോസിന്റെ മറ്റെല്ലാ ലേഖനങ്ങളിലും നാം ഈ ഉപദേശത്തിനും പ്രായോഗിക ജീവിതത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നത്, അത് തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കി സൂചിപ്പിച്ചിരിക്കുന്നു. വായിക്കുക, ഇനി പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രമല്ല, മറ്റു ലേഖനങ്ങൾ വായിച്ചാലും പുതിയ നിയമ എഴുത്തുകളെല്ലാം വായിച്ചാലും നമുക്ക് ഈ സമഗ്രത, രണ്ടും തമ്മിലുള്ള ഇഴപിരിക്കാനാവാത്ത ഒരു ബന്ധം നമുക്ക് കാണാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുതുന്ന വളരെ പ്രായോഗികമായ ഒരു ഉപദേശമാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട് കണക്കാക്കണം, ക്രിസ്തു യേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് സാധൂകരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ, ആ മനുഷ്യാവതാരത്തിൽ വന്ന ആ താഴ്മയെ കാണിച്ചു കൊടുത്തിട്ടാണ് ആ വലിയ ഉപദേശത്തെ, ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വിട്ട് മനുഷ്യസാഹചര്യത്തിലെ ദാസനായി
തീർന്ന ആ താഴ്ചയും പിന്നീട് ദൈവനെ ഉയർത്തിയതുമായ ആ മഹാ യാഥാർത്ഥ്യം, ആ ഉപദേശം പറഞ്ഞിട്ടാണ് ആ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഉപദേശവും ജീവിതവും തമ്മിൽ വേർപിരിക്കാനായിട്ട് കഴിയില്ല. സദൃശവാക്യങ്ങൾ പോലെ അല്ല, പുസ്തകങ്ങൾ പോലെ അല്ല പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എന്ന് നമുക്കറിയാം. ഇപ്പൊ സദൃശവാക്യം ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് ഒരുപാട് സാരോപദേശങ്ങളാണ്, നല്ല നല്ല ഉപദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, വളരെ പ്രായോഗികമായിരിക്കുന്ന സാരോപദേശങ്ങൾ. എന്നാൽ സദൃശവാക്യം വായിക്കുമ്പോൾ അതിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതിലില്ലാത്തൊരു കാര്യം, ഒരളവിൽ ഉണ്ട് എന്നാലും വ്യക്തത കുറഞ്ഞ ഒരു കാര്യം. എങ്ങനെ അതുപോലെ ജീവിക്കാനായിട്ട് കഴിയും? അതാണ് ഉപദേശം. ഇതൊക്കെ നല്ല ഉപദേശങ്ങളാണ്, പക്ഷെ എങ്ങനെ കഴിയും അങ്ങനെ ജീവിക്കാൻ? ഒരു പാപിയായ മനുഷ്യർക്ക്, വഴിതെറ്റിപ്പോർക്ക് എങ്ങനെ കഴിയും? അതാണ് ക്രിസ്തീയ ഉപദേശത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഉപദേശം എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, സാധാരണ മലയാള ഭാഷയിൽ ഉപദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നന്നായി ജീവിക്കണം എന്നുള്ള ചില അഡ്വൈസസ് എന്നൊരു അർത്ഥത്തിലാണ് അതിനെ എടുക്കാറ്. എന്നാൽ തിയോളജിക്കലി ഒരു സാങ്കേതിക അർത്ഥം അതിനുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തീയ പഠിപ്പിക്കലുകളെയാണ് ഉപദേശം. ഡോക്ട്രിൻ എന്ന വാക്കിനാണ് മലയാളത്തിൽ നമ്മൾ ക്രിസ്തീയ എഴുത്തുകളിലൊക്കെ ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉപദേശവും നമ്മൾ ഇപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഡോക്ട്രിൻ എന്ന ആശയത്തിൽ മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ തിയോളജി, ആ പഠിപ്പിക്കലുകളുടെ ആ സംഗ്രഹം, അടിസ്ഥാന പഠിപ്പിക്കലുകൾ. അതിന് വിശ്വാസം എന്ന വാക്കും പുതിയ നിയമത്തിൽ തന്നെ ചില സമയങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. യൂദാലേഖനത്തിൽ നമുക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ആശ്രയത്വം എന്നുള്ള ആ പ്രവൃത്തിയെ പറ്റി അല്ല, ആ വിശ്വാസ സംഹിത എന്ന ആശയത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. തിമോത്തി ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ സൂക്ഷിക്കണം എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആ പറയുന്ന അർത്ഥം അതാണ്. ഉപദേശ സത്യങ്ങൾ, ഉപദേശം, ഡോക്ട്രിൻ, ക്രിസ്തീയ പഠിപ്പിക്കലുകൾ, അതിന്റെ പ്രാധാന്യം, അതാണ് ഉപദേശം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വിശ്വാസം എന്ന് നമ്മൾ ഇവിടെ കൂടെ പറയുമ്പോഴും ഉദ്ദേശിക്കുന്ന ആശ്രയത്വം എന്ന ആശയത്തിലല്ല, അതിനോട് ചേർന്ന് ക്രിസ്തീയ പഠിപ്പിക്കലുകൾ എന്ന ആശയത്തിലാണ്. അതുകൊണ്ട് ഉപദേശവും ജീവിതവും, പ്രായോഗിക ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള സന്തുലനം, അതാണ് വിഷയം. അതിനെ സംബന്ധിച്ച് ഈ വിഷയാവതരണത്തിന്റെ ഭാഗമായി 5 വസ്തുതകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഒരു പ്രായോഗിക നിർദ്ദേശവും മുന്നോട്ട് വെച്ച് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഏത് വ്യക്തിയുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവൻ വിശ്വസിക്കുന്ന ഉപദേശമാണ്, ഡോക്ട്രിനാണ്. അത് ക്രിസ്തീയമെന്ന് മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസം എന്ന് മാത്രമല്ല, ഏത് മനുഷ്യന്റെയും ജീവിതത്തെ, അവന്റെ ജീവിത രീതികളെ നിയന്ത്രിക്കുന്ന മുഖ്യമായ ഒരു ഘടകം അവന്റെ ഉപദേശമാണ്, അതായത് അവന്റെ വിശ്വാസമാണ്. അവൻ എന്താണ് തന്റെ ജീവിത തത്വശാസ്ത്രമായി മുറുകെ പിടിക്കുന്നത് എന്ന കാര്യമാണ്. എന്താണോ വിശ്വസിക്കുന്നത് അതാണോ അവന്റെ ജീവിതത്തിന്റെ രീതികളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. ഉദാഹരണത്തിൽ അവന്റെ ആചാരങ്ങൾ, അവന്റെ ബന്ധങ്ങൾ, അവന്റെ ശരിതെറ്റുകൾ, അവന്റെ സാംസ്കാരിക വ്യതിയാനങ്ങൾ, വ്യതിരിക്തതകൾ, അവന്റെ ഭക്ഷണ രീതികൾ, വസ്ത്രധാരണം, പെരുമാറ്റ രീതികൾ, മുൻഗണനകൾ, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ, അവന്റെ സ്വപ്നങ്ങൾ, ഭാവി പ്രതീക്ഷകൾ, ഇതൊക്കെയല്ലേ മനുഷ്യന്റെ ജീവിതം. ഇതെല്ലാത്തിനെയും സ്വാധീനിക്കുന്ന ഘടകമാണ് അവന്റെ വിശ്വാസം. അതായത് അവൻ മുറുകെ പിടിക്കുന്ന ആ വിശ്വാസ ഉപദേശം എന്താണ് എന്നത്. ഉദാഹരണത്തിന് ഒരു ഹിന്ദു വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരാളുടെ ജീവിതം, ഒരു ഹൈന്ദവന്റെ ജീവിതത്തെ അതിന്റെ വ്യതിരിക്തത, അതിന്റെ തനതായ വ്യത്യാസത്തിന്റെ കാരണം എന്താ? അവൻ വിശ്വസിക്കുന്ന വിശ്വാസം, ആ തത്വശാസ്ത്രമാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുകയും നിർണയിക്കുകയും നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ഇസ്ലാം വിശ്വാസമുള്ള വ്യക്തിയാണ് മുസ്ലിം. അദ്ദേഹത്തിന്റെ ജീവിതം ആ വിശ്വാസപ്രകാരമാണ്. അവന്റെ സംസ്കാരവും പെരുമാറ്റവും ലക്ഷ്യങ്ങളും ബന്ധങ്ങളും ഇടപെടലുകളും എല്ലാത്തിനെയും സ്വാധീനിക്കില്ലേ? ഇനിയിപ്പോ ഒരു നിരീശ്വരൻ, ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ ആ ആശയഗതി മുറുകെ പിടിക്കുന്ന ആളാകട്ടെ, അവന്റെ പ്രവർത്തനം, ചിന്താഗതി, കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, വിവാഹബന്ധം, മക്കളെ വളർത്തൽ,
അവന്റെ സാമ്പത്തിക എല്ലാ കാര്യത്തെയും വലിയൊരളവോളം ആ വിശ്വാസം സ്വാധീനിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ക്രിസ്തീയതയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടകമാണ് അവന്റെ വിശ്വാസം. നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ വിശ്വാസം മാറിയപ്പോഴല്ലേ നമ്മുടെ ജീവിതം മാറിയത്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ന് പറയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താ? നമ്മുടെ വിശ്വാസം മാറി, നമ്മുടെ ദൈവിക കാഴ്ചപ്പാട് മാറി. ദൈവത്തെ പറ്റി, മനുഷ്യനെ പറ്റി, നിത്യതയെ പറ്റി, ജീവിതത്തെ പറ്റി, മരണത്തെ പറ്റി എല്ലാം ഉള്ള നമ്മുടെ തത്വശാസ്ത്രം മാറി. അത് മാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന പരിവർത്തനങ്ങൾ. വിശ്വാസം മാറുമ്പോൾ ജീവിതം മാറും. വിശ്വാസവും ജീവിതവും ഇനിയും നമ്മുടെ ജീവിതം, ഇനി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മാറിയിട്ടില്ലെങ്കിൽ അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? ബൈബിളിലുണ്ട് കാര്യങ്ങൾ, പക്ഷെ പല കാര്യങ്ങളും സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ്. വിശ്വസിച്ചാൽ മാറും. പലതും വിശ്വസിക്കാത്തത് തന്നെ പലതും അറിയുവരെയില്ല. എന്താ വിശ്വസിക്കേണ്ടതെന്ന് പോലും വ്യക്തമായി അറിയുന്നില്ല. വിശ്വസിച്ചാൽ അത് അവന്റെ ജീവിതത്തെ സ്വാധീനിക്കാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ക്രിസ്തീയതയെ പറ്റിയുള്ള പലപ്പോഴുള്ള ആരോപണം എന്താണെന്നറിയോ? അത് ഉപദേശം നല്ലതാണ്, പക്ഷെ വിശ്വാസികൾ അതനുസരിച്ച് ജീവിക്കുന്നില്ല എന്നല്ലേ. പല മതങ്ങളുടെയും പ്രശ്നം അതല്ല. അവരുടെ ഉപദേശം പലപ്പോഴും അപരിഷ്കൃതവും പ്രാകൃതവും മനുഷ്യത്വരഹിതവും ഒക്കെയാണ്, പലപ്പോഴും പ്രതിലോമകരവുമാണ്. പക്ഷെ ആളുകൾ പറയും അവിടുത്തെ ആളുകൾ നല്ലതാന്ന് പറയും. അതെന്താ കാരണം? അവരുടെ വിശ്വാസം കൂടിയാൽ, അതായത് ഉപദേശം നല്ലതാണെങ്കിൽ അത് വിശ്വസിക്കുന്നവർ ഇയാൾ നന്നാകണം. അപ്പൊ നന്നാകുന്നില്ലെങ്കിൽ വിശ്വാസം കുറവാണ്. ആ ഉപദേശം അവനെ സ്വാധീനിച്ചിട്ടില്ല. മറ്റൊരു മോശപ്പെട്ട ഒരു സങ്കടകരമായ ഒരു പ്രതിലോമകരമായ വിശ്വാസമാണെങ്കിലോ അതും ആളുകൾ കൂടുതൽ വിശ്വസിച്ചാൽ സമൂഹത്തിന് കൂടുതൽ വിപത്തായി തീരും. The stronger the faith, the worser that person would be. വിശ്വാസം കൂടുന്തോറും ആ വ്യക്തിത്വം അപകടകരമായ വ്യക്തിത്വമായിട്ട് തീരും. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ സവിശേഷത നമുക്കറിയാം. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. അതായത് വിശ്വാസം വർദ്ധിക്കുന്തോറും, ക്രിസ്തീയ ബോധ്യങ്ങൾ വർദ്ധിക്കുന്തോറും ആ വ്യക്തിയുടെ ജീവിതം ഒന്നിനൊന്ന് അനുഗ്രഹകരമായിട്ടും പ്രയോജനകരമായിട്ടും സമൂഹത്തിന് നന്മയുള്ളതായി തീരും. അതാണ് വ്യത്യാസം. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. ക്രിസ്തീയ വിശ്വാസം, സ്ട്രോങ്ങർ ദ ഫെയ്ത്ത് ദ ബെറ്റർ ദ പേഴ്സൺ. വിശ്വാസം കൂടുന്നതിനനുസരിച്ച് ജീവിതം മെച്ചപ്പെട്ടിരിക്കും. അപ്പൊ ജീവിതം മെച്ചപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? വിശ്വാസം കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ ഒന്നാമത് പറഞ്ഞ കാര്യം ഇതാണ്. ഏത് വിശ്വാസമാണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, അടിസ്ഥാന ഘടകം അവന്റെ അടിസ്ഥാന വിശ്വാസം, അവന്റെ ലോകവീക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ ക്രിസ്തീയ ഉപദേശം വിശ്വസിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ്. എന്നാൽ ഇത് ക്രിസ്തീയ ജീവിതത്തെ പറ്റിയാണ്. ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ ക്രിസ്തീയ ഉപദേശം വിശ്വസിക്കണം. ബൈബിളിൽ നമുക്കറിയാം പല വാക്കുകളും ഉണ്ട്, പല വാക്കുകളും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ഓശിയ പ്രവചനം പറയുന്നത് അതാണ്. പരിജ്ഞാനം, നാശം. പരിജ്ഞാനം ഇല്ലെങ്കിൽ ജീവിതം ശരിയാവില്ല. മർക്കോസിന്റെ സുവിശേഷം 6:34 അവൻ പടകിൽ നിന്നിറങ്ങിയപ്പോൾ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ കർത്താവ് ആളുകളെ കാണുകയാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമാണ്. കർത്താവ് അവരെ അടുത്ത് വിളിച്ച് അവരെ ഉപദേശിച്ചു തുടങ്ങി. എന്തിനാ ഉപദേശിച്ചത്? അവരുടെ ഉപദേശം ശരിയായാൽ അവരുടെ ജീവിതം മാറും, അവർക്ക് പ്രത്യാശ വരും, ഇടയനുള്ളവരായി തീരും, ചിന്നിയവരും ചിതറിയവരും ആകൂല. ശരിയായ ഉപദേശം, ശരിയായ ജീവിതം. റോമാലേഖനം 6:17 എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി റോമൻ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് എങ്ങനെയാ? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. ആ ഉപദേശ രൂപം ആണ്, അത് ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ് ജീവിതത്തിന് വ്യത്യാസം വന്നത്. പാപത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക മാത്രമല്ല, നീതി പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശക്തരായി തീർന്നത് എപ്പോഴാണ്? ഈ ക്രിസ്തീയ ഉപദേശം ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ട് ഉപദേശത്തിന്റെ ആ ദൃഢത, ക്രിസ്തീയ
ഉപദേശം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഴത്തിൽ വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അതിന്റെ ബഹുവിധമായിരിക്കുന്ന സവിശേഷതകളോടുകൂടെ ആ വ്യക്തിയിൽ വെളിപ്പെട്ട് വരുന്നത്. ഉപദേശം ശരിയാകാതെ ജീവിതം ശരിയാവുകയില്ല. ക്രിസ്തീയ ഉപദേശം ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതവുമില്ല. വേറെ ഉപദേശമാണെങ്കിൽ വേറെ ജീവിതം. ക്രിസ്തീയ ഉപദേശം നമ്മളെ സ്വാധീനിക്കുന്നതിനനുസരിച്ച് ക്രിസ്തീയമായിരിക്കുന്ന ജീവിതം നമുക്ക് വരികയുള്ളൂ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു മനഃശാസ്ത്ര കാരണം കൂടി ഉള്ളത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വികാരങ്ങളല്ല, നിർബന്ധങ്ങളുമല്ല, അവന്റെ ബുദ്ധിയാണ്. ബുദ്ധിയെടുക്കുന്ന തീരുമാനങ്ങളാണ്, ഇന്റലക്ട്. ആ തീരുമാനങ്ങൾ, അവിടെയല്ലേ ഉപദേശം. മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്, അവന്റെ ചിന്താഗതി, അത് ഒരു മനുഷ്യന് ഉള്ളവനാവുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കാതിരിക്കും? ക്രിസ്തീയ ഉപദേശമാണ് ക്രിസ്തീയ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ജീവിതം ശരിയല്ല എന്ന് പറയാനായിട്ട് ആളുകൾക്ക് ജീവിതം ശരിയല്ല എന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്തില്. ഇവിടെ സത്യമുണ്ടോ, നീതിയുണ്ടോ, വിശ്വസ്തതയുണ്ടോ, എല്ലായിടത്തും അഴിമതിയല്ലേ? ഇതൊക്കെ നല്ല പ്രസംഗങ്ങളാണ്, സാരോപദേശങ്ങളാണ്. പക്ഷെ അതിനുള്ള പരിഹാരം എവിടെ? അത് ലോകത്തിലെ പ്രസംഗകർക്കില്ലല്ലോ. അതിനുള്ള പരിഹാരമാണ് ക്രിസ്തീയ ഉപദേശം, അതായത് സുവിശേഷം എന്ന് നമ്മൾ പറയുന്നത്. അതിനുള്ള പരിഹാരമാണ്. അല്ലെങ്കിൽ എല്ലാം മോശമാണെന്ന് പറഞ്ഞ് നമുക്ക് സമൂഹത്തെ അനലൈസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് ഇതൊന്നും ശരിയല്ല എന്ന് പറയാം. ശരിയാക്കാനുള്ള വഴി എന്താണ്? ക്രിസ്തീയ ഉപദേശം, സുവിശേഷത്തിന്റെ ഉപദേശം, ബൈബിളിന്റെ ഉപദേശം. അതല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഉപദേശം ശരിയായതുകൊണ്ട് മാത്രം ജീവിതം ശരിയാകണമെന്നില്ല. എന്നാൽ ഉപദേശം ശരിയാകാതെ ക്രിസ്തീയ ജീവിതം ശരിയാവില്ല. അതായത് ക്രിസ്തീയ ഉപദേശം ശരിക്കറിയാം എന്നതുകൊണ്ട് മാത്രം ജീവിതം ശരിയാവും എന്നല്ല നമ്മൾ പറയുന്നത്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാകും. വിത്ത് വിതച്ചാലേ വിളവുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് മനസ്സിലാവും. വിത്ത് വിതച്ചാലേ വിളവുണ്ടാവുള്ളൂ. എന്നാൽ വിത്ത് വിതച്ചത് കൊണ്ട് മാത്രം വിളവുണ്ടാവുമോ? ഇല്ല. വിത്ത് വിതച്ചവരെല്ലാം കൊയ്യുന്നില്ലല്ലോ. പല പ്രത്യാഘാതങ്ങളും എതിരുകളും പ്രതികൂലങ്ങളും വേറെയും വരാം. പക്ഷെ വിത്ത് വിതയ്ക്കാതെ പറ്റുമോ? വിതച്ചാലേ വിളവുണ്ടാവൂ. പക്ഷെ വിതച്ചതുകൊണ്ട് അതുപോലെ തന്നെ ഉപദേശം ശരിയായാലേ ജീവിതം ശരിയാവുള്ളൂ. പക്ഷെ ഉപദേശം ശരിയാണ്, ആ തത്വത്തിൽ ശരിയാണ് എന്നതുകൊണ്ട് മാത്രം ജീവിതം ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ, അതായത് ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ഉപദേശം, അത് തമ്മിലാണ് ആ സന്തുലനം, ആ ബന്ധമുള്ളത്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തീയ ജീവിതം എന്നത് സവിശേഷമായ ഒരു ജീവിതമാണ്. ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ, നല്ല ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാവരും പറയുന്ന പദമാണ്. പക്ഷെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു നല്ല മനുഷ്യൻ എന്ന ആശയത്തിലല്ല. അതിന് വളരെ ആഴമുള്ള, വളരെ വിശാലമായ, വളരെ പ്രസക്തമായ, പ്രസക്തമായിരിക്കുന്ന ഒരർത്ഥം ക്രിസ്തീയ ജീവിതം എന്ന പദത്തിന് ഉണ്ട്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഒരിക്കലും ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: To be a good person, it is not necessary to believe in God. ഒരു നല്ല മനുഷ്യനാകാൻ ദൈവത്തിൽ വിശ്വസിക്കണം എന്നില്ല. വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ്. പിന്നീട് അതിനെ വ്യാഖ്യാനിക്കാനും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാനൊക്കെ പലരും അവർ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചാല് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായതാണ്. ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം എന്നുണ്ടോ? അതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തില്, എന്റെ ചിന്തയില് അത് ഒരളവിൽ ശരിയുമാണ്. എന്നാൽ വേറൊരർത്ഥത്തിൽ അത് തികച്ചും തെറ്റുമാണ്. അത് ശരിയാണ് എന്ന് പറയുന്നത് അതിന്റെ നിർവചനങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് നല്ല മനുഷ്യൻ, നന്മയുള്ള ഒരു മനുഷ്യൻ, ഭാഗികമായ നന്മകൾ എല്ലാവർക്കും ഇല്ലേ? ഏത് ദുഷ്ടനെ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിലൊക്കെ പല കാര്യങ്ങളും ശരിയായിരിക്കും. ശരിയായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഏത് ദുഷ്ടനായ മനുഷ്യനാണേലും നന്മയുടെ പല വശങ്ങളും കാണാം. ആ കാര്യത്തിലൊക്കെ അദ്ദേഹം നല്ലതായിരിക്കും. അപ്പൊ ഈ നല്ല മനുഷ്യൻ എന്നുള്ളത് ഒരുവിധം കൊള്ളാവുന്ന ഒരാള്, ആളുകൾ പറയുന്നത് പോലെ ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാത്ത ഒരാള്, ഒരു നല്ല ആള്, സമൂഹത്തിന് വലിയ ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ല, അവന്റെ ജീവിതമൊക്കെ ജീവിക്കുന്നു,
സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നു, നീതിയും വിശ്വസ്തയായിട്ട് ജീവിക്കുന്നു, കൈക്കൂലി വാങ്ങുന്നില്ല, ഭാര്യയും കുടുംബത്തെയും ഒക്കെ നോക്കുന്നു. ഇതാണ് നല്ല മനുഷ്യനെന്ന് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ദൈവത്തെ വിശ്വസിക്കണം, വ്യക്തിപരമായി വിശ്വസിക്കണമെന്നില്ല. ദൈവം ഇല്ലെങ്കിൽ അത് കഴിയുമെന്നല്ല നമ്മൾ പറയും. ദൈവം ഇല്ലെങ്കിൽ ധാർമ്മികതയില്ല, നിയമങ്ങളില്ല, ശരിതെറ്റുകളില്ല, വാല്യൂ ജഡ്ജ്മെന്റ്സ് ഒന്നുമില്ല. ദൈവം ഇല്ലെങ്കിൽ നല്ല, ദൈവത്തെ ഇവൻ വ്യക്തിപരമായിട്ട് വിശ്വസിച്ചില്ലെങ്കിലും ഈ ലോകത്തിൽ നല്ല മനസാക്ഷിയുള്ള ആളുകൾക്കും മാനവികതയുള്ള ആളുകൾക്കും ഒക്കെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞായിരിക്കുന്ന കാര്യം അതായിരിക്കും, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യന് അതുപോലെ നന്നാകാൻ മതം അനിവാര്യമല്ല. ഏത് മതമാണെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന മതങ്ങളല്ല, സാമാന്യം അറിയുന്ന കുലീനത്വമുള്ള മനുഷ്യത്വമുള്ള മതങ്ങളുടെ ഉപദേശങ്ങളൊക്കെ എടുത്താൽ അത് മതി, നല്ല മനുഷ്യനായിട്ടൊക്കെ ജീവിക്കാം. എന്നാൽ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ, അത് ക്രിസ്ത്യാതീയതയിലെ നന്മ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു നല്ല മനുഷ്യനായി ജീവിക്കലല്ല. കർത്താവിന്റെ അടുക്കൽ വന്ന് ഒരിക്കലും ഒരാൾ പറഞ്ഞു നല്ല ഗുരു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിന് കൊടുത്ത പ്രത്യുത്തരം ആദ്യം എന്തായിരുന്നു? നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ഇല്ല എന്ന് പറഞ്ഞു. ആ നല്ലവൻ എന്ന സംജ്ഞ ഉണ്ടോ? എന്താണ്, എപ്പോഴാണ് ഒരു മനുഷ്യൻ നല്ലവൻ ആകുന്നത്? ബൈബിളിന്റെ അർത്ഥത്തിൽ നല്ലവനാകുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തു ദൈവമല്ലെന്നല്ല അവിടെ പറഞ്ഞത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ വിളിച്ച് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ച ജീവിതം, അതാണ് നല്ല മനുഷ്യന്റെ ജീവിതം. അതൊരു സമഗ്രമായ ശരിയാകലാണ്. അവിടെ എവിടെയും ചില നന്മകൾ ചെയ്യുന്നതോ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ അല്ല. ഒരു സമഗ്രമായിരിക്കുന്ന ഒരു മനുഷ്യത്വം, അതിന്റെ സമഗ്രത പ്രാപിക്കുന്ന, ഹോൾനെസ് പ്രാപിക്കുന്ന അതാണ് മനുഷ്യന്റെ നന്മ. അതായത് ജീവിതം ശരിയാകുന്നത് സമഗ്രമായും ആത്യന്തികമായും അത് ശരിയാവുമ്പോഴാണ്. അപ്പോഴാണ് മനുഷ്യത്വം ഒരു നല്ല മനുഷ്യൻ എന്ന് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ, ക്രിസ്തീയ അർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ശരീരം നല്ലതാണെങ്കിൽ ഒരളവിൽ നല്ല ആള് എന്ന് പറയാനായിട്ട് കഴിയും. എന്നാൽ ശരീരം നല്ലതാണ്, പക്ഷെ മനസ്സ് ശരിയല്ലെങ്കിലോ നല്ല മനുഷ്യനല്ലല്ലോ. ഇനി മനസ്സ് ശരിയാണ്, ശരീരം ശരിയല്ലെങ്കിലോ, ശരീരം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിലോ? മനസ്സും ശരീരമായ നമ്മൾ സാധാരണ നല്ല മനുഷ്യൻ എന്നൊക്കെ പറയും. എന്നാൽ ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് മനസ്സും ശരീരവും മാത്രം പോലെ അവന്റെ ആത്മീകമായിരിക്കുന്ന ഒരു തലം കൂടി ഉണ്ട് എന്ന് നമുക്കറിയാം. ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം കൂടി ശരിയാകണം. അതും കൂടെ ശരിയാവുമ്പോഴാണ് ഒരു ക്രിസ്തീയതയില് നല്ല മനുഷ്യൻ എന്ന് നമ്മൾ പറയാം. ശരീരവും മനസ്സും ആത്മാവും, അതായത് ഈ ഭൗതിക ലോകവുമായുള്ള ബന്ധം, മറ്റു മനുഷ്യരോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, തന്നോട് തന്നെയുള്ള ബന്ധം, ഇതെല്ലാം ബാലൻസ്ഡ് ആയി ശരിയാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം ശരിയാവുള്ളൂ. ഒരു മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല, അതൊക്കെ ശരിയായിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് മരിച്ചു പോയാലോ? എന്ത് നല്ല മനുഷ്യനാ, എല്ലാം ശരിയായി, പക്ഷെ 4 ദിവസം കഴിഞ്ഞ് അവൻ ഇല്ലാതെയായി പോയാലോ? ആ നന്മയില്ല. അതുകൊണ്ട് അത് നിത്യമായിരിക്കണം. അതുകൊണ്ടാണ് ആ നന്മയൊക്കെ ഒരു താൽക്കാലികമായ അർത്ഥശൂന്യതയായിട്ട് തീരൂലേ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനെ നമ്മൾ കാണണമെങ്കിൽ ആരെ നോക്കണം? പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് ബൈബിൾ അനുസരിച്ച് നല്ല മനുഷ്യൻ. ഹീസ് ദ പെർഫെക്റ്റ് മാൻ. ക്രിസ്തുവിന്റെ മനുഷ്യത്വം, ആ പുതുമനുഷ്യത്വം, ആ നവീകരിക്കപ്പെട്ട ആ പുതുമനുഷ്യത്വം, അതാണ് നല്ല മനുഷ്യൻ. ക്രിസ്തീയത വാഗ്ദാനം ചെയ്യുന്നത് ആ നല്ല മനുഷ്യത്വമാണ്. കൊലോസ്യലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിനുള്ള ആ പുതുമനുഷ്യത്വം ദൈവത്തോടും മനുഷ്യനോടും തന്റെ പരിസ്ഥിതിയോടും തന്നോട് തന്നെയുമെല്ലാം ശരിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, എന്നേക്ക് നിൽക്കുന്ന ആ മനുഷ്യത്വം, അതാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വം. ആ മനുഷ്യത്വം നമ്മൾ പ്രാപിക്കുമ്പോഴാണ് നല്ല മനുഷ്യൻ എന്ന് പറയാൻ കഴിയുക. അതുകൊണ്ടാണ് നമ്മുടെ നിർവചനം അനുസരിച്ചാണ് അതിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തീയ ഉപദേശപ്രകാരം ഒരാൾ ഒരു നല്ല മനുഷ്യനാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ കഴിയല്ല. ഞാൻ 4ാമത്തെ പോയിന്റായിട്ട് പറയുന്നതാണ്, ക്രിസ്തീയ ഉപദേശം എന്നാൽ കുറെ വിവരങ്ങളല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സമഗ്ര ദർശനമാണ്. ഇപ്പൊ നമ്മൾ ഉപദേശം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, സത്യം പറയണം, അസത്യം പറയരുത് എന്നിങ്ങനെ കുറെ ഉപദേശങ്ങളല്ല. അതുപോലെ ബൈബിളിലെ കുറെ ചരിത്ര വിവരണങ്ങളല്ല.
കുറെ ഫാക്ച്വൽ വസ്തുതകൾ ഇങ്ങനെ അവിടെ എന്നാണ് സംഭവിച്ചത്, ഏത് വർഷത്തിലായിരുന്നു, എത്രാം വർഷത്തിലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നതല്ല, ആരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കുന്ന കുറെ വിവരങ്ങളെ അല്ല നമ്മൾ ഉപദേശം എന്ന് പറയുന്നത്. അത് പൊതുവായിരിക്കുന്ന ബൈബിൾ പരിജ്ഞാനം, അത് ഇൻഫർമേഷൻസ് ആണ്. ക്രിസ്തീയ ഉപദേശം എന്ന് പറഞ്ഞാല് ബൈബിളിന്റെ ആശയങ്ങളിലുള്ള ബോധ്യം, ദ കൺവിക്ഷൻ ഓഫ് ദ ഐഡിയാസ് ഇൻ ദ ഐഡിയാസ് ഓഫ് ദ ബൈബിൾ. ആ ബോധ്യങ്ങളെയാണ്, ആ ഉത്തമ ബോധ്യങ്ങളെയാണ് ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ക്രിസ്തീയ ഉപദേശമാണ് എന്റെ ഉപദേശം, ഞാൻ ക്രിസ്തീയ ഉപദേശം മുറുകെ പിടിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ആ തത്വശാസ്ത്രം, ആ ബോധ്യങ്ങൾ ബൈബിളിലെ ആശയങ്ങളാണ്. ദൈവത്തെ പറ്റിയും മനുഷ്യനെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും മരണാനന്തര നിത്യതയെ പറ്റിയും എല്ലാമുള്ള ബൈബിൾ പഠിപ്പിച്ച, യേശുക്രിസ്തു പഠിപ്പിച്ചതായിരിക്കുന്ന ആ ആശയ സംഹിതയാണ് എന്റെ തത്വശാസ്ത്രം. അതാണ് എന്റെ ബോധ്യങ്ങൾ. അതാണ് നമ്മൾ പറയുന്നത്. ആ ബോധ്യങ്ങൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിത ദർശനം. ആ ബോധ്യങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ചെയ്യും, ശീലമായതുകൊണ്ട് ചെയ്യും, അല്ലെങ്കിൽ വല്ലവരും നിർബന്ധിച്ചതായിട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ബോധ്യങ്ങളിൽ നിന്നുള്ള പ്രവൃത്തിയല്ല. എന്നാൽ എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് സത്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് ആത്യന്തിക നന്മയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞാനത് ചെയ്യുന്നത്. അതാണ് ഉപദേശം, അതാണ് ക്രിസ്തീയ ഉപദേശം. അതുകൊണ്ട് ഈ ബോധ്യമാണ് ആളുകളുടെ ജീവിതത്തെ മാറ്റുക. ഈ ബോധ്യം മാറിയില്ലെങ്കിൽ ഈ ബോധ്യം മാറ്റുകയും ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കും. നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം പഠിത്തം കഴിയുമ്പോഴത്തേനും UK പോകണം, അയർലൻഡിൽ പോകണം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് പറയല്ലേ. മൈഗ്രേഷൻ ഒരു ട്രെൻഡായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഒരു ബോധ്യം അവരുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുകയാണ്, മനസ്സിലേക്ക്. ഇവിടെ നിന്നാൽ ജീവിച്ചാല് ഗുണം വരികയല്ല, നല്ല ഭാവി കിട്ടിയല്ല, സുഖമായിട്ട് ജീവിക്കൽ നടക്കുകയല്ല, ഇവിടെ പ്രതികൂലമാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ജീവിതം പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നു. അവരുടെ ബോധ്യങ്ങൾക്ക് വന്ന മാറ്റമാണ്. ഇനി അവരെ ഇവിടെ നിർത്തണമെങ്കിലോ തിരിച്ചവർക്ക് ബോധ്യം കൊടുക്കണം. അല്ല, ഇവിടെ നിന്നാലും നല്ലവരായിട്ട് പ്രയോജനകരമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം വരാതെ അവരെ നമുക്ക് നിർബന്ധിച്ചുകൂടെ പിടിച്ചു നിർത്താമെന്നുള്ള അല്ലാതെ അവരെ നിർത്താനായിട്ട് കഴിയല. ബോധ്യങ്ങൾ കൊണ്ട് ആളുകളെ സ്വാധീനിക്കുന്നത്. ഇത് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഒക്കെ ഉണ്ട്. ഒരു കാര്യം ബോധ്യമായാൽ അത് ജീവിതത്തിൽ കാണും. ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ അത് അവർ ബോധ്യമായിട്ടും ഇല്ല. വിശ്വസിക്കുന്നത് പോലെ ജീവിക്കുന്നില്ല എങ്കിൽ ഒരാള്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉപദേശം പോലെ ഒരാൾ ജീവിക്കുന്നില്ലെങ്കിൽ പ്രശ്നം ജീവിക്കാത്തതല്ല, യഥാർത്ഥത്തിൽ അവൻ ആ ഉപദേശം വിശ്വസിച്ചിട്ടില്ല, അത് അവന്റെ ബോധ്യമായി തീർന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മാറ്റേണ്ടത് എന്താണെന്നറിയോ? ബോധ്യങ്ങൾക്കാണ് വ്യത്യാസം വരേണ്ടത്, ഉപദേശങ്ങൾക്കാണ് ഉറപ്പ് വരേണ്ടത്. ആ ഉപദേശങ്ങളിൽ ഉറപ്പായാൽ പിന്നെ ഇങ്ങനെ ജീവിക്കണമെന്ന് പ്രത്യേകിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ മതിയാവും, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഹൃദയം മാറുമ്പോൾ ജീവിതം മാറും, കാഴ്ചപ്പാടും മനസ്സും മാറുമ്പോൾ ജീവിതം മാറും. റോമാലേഖനത്തിൽ പറഞ്ഞതുപോലെ മനസ്സ് പുതുക്കി നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചപ്പാടുകളുടെ പുതുക്കം, അറിവിന്റെ പുതുക്കം, പരിജ്ഞാനം. വെറും ജ്ഞാനമല്ല, പരിജ്ഞാനം. പരിജ്ഞാനവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗ്രീക്കിലാണെങ്കിൽ ഗ്നോസിസും എപ്പിഗ്നോസിസും ഉണ്ട്. പൂർണ്ണതയും പരിപൂർണതയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. പൂർണ്ണത എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്, പരിപൂർണതയോ ഇതിനപ്പുറത്തൊന്നില്ല. ആ പരിജ്ഞാനം, ആ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ആ ബോധ്യങ്ങൾ വരുമ്പോൾ അത് അനുസരിച്ച് ജീവിക്കാതിരിക്കാൻ കഴിയില്ല. ഹൗ വി ലിവ് ഡിറ്റർമിൻസ് വാട്ട് വി ആക്ച്വലി ബിലീവ്. നാം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് സത്യത്തിൽ നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നതിന്റെ തെളിവ്. ജീവിതത്തെ എന്ന് പറയാം, ഇതെന്നാ വിശ്വസിക്കാൻ. അതുകൊണ്ട് ഒരുപക്ഷെ പല ക്രിസ്ത്യാനികളെയും നോക്കി ഇവൻ അത് പറയുന്നേ ഉള്ളൂ, ഇവൻ സത്യമല്ല, ഇവൻ കള്ളനാണ് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? പറയുന്നത് ഒരു കാര്യം, ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ ആ പറയുന്നത് ഇവൻ വിശ്വസിക്കാത്ത കാര്യമാണ്, അവൻ പറയുന്നത് കള്ളത്തരമാണ്. ഞാൻ പറഞ്ഞത് ഇതാണ്, ക്രിസ്തീയ ഉപദേശം എന്ന് പറഞ്ഞാൽ കുറെ വിവരങ്ങളല്ല, അത് ബോധ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഉത്തമമായിരിക്കുന്ന ഹൃദയത്തിന്റെ നിർബന്ധങ്ങളാണ്. അഞ്ചാമത്തെ കാര്യം, ക്രിസ്തീയ ഉപദേശം എന്നത് സത്യത്തിൽ ജീവിക്കുന്ന ദൈവം തന്നെയാണ്. ഉപദേശം എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ എന്നതിൽ നിന്നും മാറി
എന്താ നമ്മുടെ ഉപദേശം? നമ്മുടെ ഉപദേശം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാ നമ്മുടെ ഉപദേശം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്കറിയാലോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവിന് കൊടുത്ത പേര് ലോഗോസ് എന്നുള്ള പേരാ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ പേര് വചനം, ദൈവവചനം എന്നാണ്. അതെന്താ അങ്ങനെ ഒരു പേര് കർത്താവിന് വന്നത്? കർത്താവ് വെറും വചനം, പിതാവ് അർദ്ധിച്ചത് വചനം എന്നതുകൊണ്ടല്ല. ആ സംജ്ഞ വന്നതിന്റെ കാര്യം എന്താ? ആ സത്യം, ആ ആശയം. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും, ട്രൂത്ത്, സത്യവും ജീവനുമാകുന്നു. ഞാനാണ് ട്രൂത്ത്. എന്താ നമ്മുടെ ഉപദേശം? യോഹന്നാന്റെ സുവിശേഷം 6:63 കർത്താവ് വിവാദപരമായ ചില പ്രസ്താവന നടത്തിയല്ലോ. എന്നെ തിന്നണം, എന്റെ രക്തം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർ പലരും വിട്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അത് വെറും ഉപദേശമല്ല എന്ന് പറഞ്ഞു. എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായിരുന്നു ഉപദേശം. കർത്താവ് ഉപദേശം പഠിപ്പിച്ചു, ശിഷ്യന്മാരെ ഉപദേശം പഠിപ്പിച്ചു. കർത്താവ് എന്താ പഠിപ്പിച്ചത്? യേശു ക്രിസ്തുവിനെയാ പഠിപ്പിച്ചത്. അവർ വന്ന് കാണുക എന്ന് കർത്താവ്, അവർ വന്ന് കണ്ടതെന്താ? കേട്ടറിഞ്ഞെന്താ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും കൈ തൊട്ടതും കേട്ടതും. എന്താ കേട്ടത്? ഇവനെയാ കേട്ടതെന്ന്. യേശു ക്രിസ്തുവാണ് നമ്മുടെ ഉപദേശം. അത് മനസ്സിലാകുമ്പോഴാണ് ഉപദേശമില്ലാത്ത ജീവിതം വരികയില്ല നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തുവിനെ പഠിപ്പിക്കലാണ് സത്യത്തിൽ ഉപദേശം പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ദൈവത്തെ പഠിപ്പിക്കലാണ്, ദൈവത്തിൽ സകലത്തെയും പഠിപ്പിക്കലാണ്. എഫേസ്യർ 4:20-21 നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ലല്ലോ അല്ല പഠിച്ചത്. ഈ ക്രിസ്തുവിനെ കുറിച്ചെന്നുള്ള പദം ഒറിജിനലിൽ ഇല്ല. നിങ്ങളോ ക്രിസ്തുവിനെ ഇങ്ങനെയല്ല പഠിച്ചത് എന്നാണ്. യു ഡിഡ് നോട്ട് ലേൺ ക്രൈസ്റ്റ്, യു ലേൺഡ് ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിനെയാ പഠിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്നോട് പഠിപ്പിൻ, എന്റെ അടുക്കലേക്ക് വന്ന് പഠിക്കാൻ പറഞ്ഞു. ക്രിസ്തുവാണ് നമ്മുടെ പാഠ്യവിഷയം. അവൻ എന്താണ് വിശ്വസിച്ചത്? അതാണ് എന്റെ വിശ്വാസം. അവൻ എങ്ങനെയാ ജീവിച്ചത്? അതാണ് എന്റെ ജീവിതം. അവൻ എന്താ പ്രത്യാശിച്ചത്? അതാണ് എന്റെ പ്രത്യാശ. അവൻ എങ്ങനെ പ്രവർത്തിച്ചത്? അതാണ് എന്റെ പ്രവർത്തനം. ക്രിസ്തുവിനെ പഠിക്കുകയാണ്. ക്രിസ്തുവാണ് നമ്മുടെ വിഷയമെങ്കിൽ ഏതായി പുസ്തകം? ഏത് നോട്ട് ബുക്കിലാണ് നമ്മൾ ഇതൊക്കെ എഴുതി പഠിക്കുന്നത്? ഈ ജീവിതമാകുന്ന നോട്ട് ബുക്കിലാണ് എഴുതി പഠിക്കുന്നത്. യേശു ക്രിസ്തുവാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്റെ ജീവിതത്തിലാണ് അതിന്റെ പഠനം ഫലം കാണേണ്ടത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, ക്രിസ്തീയ ഉപദേശവും ക്രിസ്തീയ ജീവിതവും ഒരു നാണയത്തിന്റെ 2 പുറങ്ങൾ പോലെ വേർപിരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണ്. ഈ ഉപദേശം ഇല്ലെങ്കിൽ ഈ ജീവിതമില്ല. ഈ ഉപദേശം അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ സമഗ്രതയിൽ, അതിന്റെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിൽ അവന്റെ ജീവിതം ആണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ഉപദേശം യേശു ക്രിസ്തു എന്ന ആ വ്യക്തിയിൽ വെളിപ്പെട്ട ആ ഉപദേശം. പൗലോസ് പറഞ്ഞില്ല, എന്റെ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെന്ന് ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അവനെ ഞാൻ അറിയിക്കുന്നത്, അവനാണ് സുവിശേഷം, അവനാണ് നമ്മുടെ ഉപദേശം. അപ്പോൾ നമ്മുടെ ജീവിതം, അവനാണ് ഉപദേശമെങ്കിൽ ആ ഉപദേശം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തു ജീവിതത്തിൽ വരിക. അപ്പൊ ജീവിതം എങ്ങനെയിരിക്കും? ക്രിസ്തുവിന്റെ ജീവിതം. ഉപദേശവും ക്രിസ്തീയ ഉപദേശവും ക്രിസ്തീയ ഉപദേശമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമില്ല. ക്രിസ്തീയ ജീവിതമില്ലെങ്കിൽ അവന് ക്രിസ്തീയ ഉപദേശവും ഇല്ല. അതാണ് ഉപദേശവും ജീവിതവും തമ്മിലുള്ള പുതിയ നിയമത്തിലെ സന്തുലനം. ഒരു പ്രായോഗിക നിർദ്ദേശം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഉപദേശ പഠനത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ക്രിസ്തീയ വളർച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉപദേശ പഠനമാണ്. ഉപദേശ പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പഠനങ്ങളിലും ഈ ഉപദേശം പഠിപ്പിക്കണം. കർത്താവായ യേശു ക്രിസ്തു എന്ന ഉപദേശം ആളുകളെ പഠിപ്പിക്കണം. കുറെ കുറ്റപ്പെടുത്തലുകളോ കുറെ ധാർമ്മിക ഉപദേശങ്ങളല്ലോ അല്ല, അത് ഗ്രഹിപ്പിക്കലല്ല. കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആരാണെന്നും ആളുകളെ ഗ്രഹിപ്പിക്കാം. കുറെ വിവരങ്ങളൊക്കെ നൽകലല്ല. അതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. വാക്യങ്ങൾ കാണാപ്പാടം പഠിക്കുന്നതുകൊണ്ടൊക്കെ പ്രയോജനങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ടും ഉപദേശം പഠിക്കലാകുന്നില്ല.
ആ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ബോധ്യങ്ങളായിട്ട് തീരുമ്പോൾ ആള് മാറും, ജീവിതം വ്യത്യാസപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ പഠിപ്പിക്കലിന്റെ പ്രാധാന്യവും അതിൻ്റെ ഫലപ്രാപ്തിയും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിനെ പറ്റി അറിയുന്നവർ അല്ല, ബൈബിൾ അറിയുന്നവർ. എന്താണ് ബൈബിൾ? അതിലെ ക്രിസ്തുവാണ്. സുവിശേഷത്തെ പറ്റിയും തിയോളജിയെ പറ്റിയും അറിയുന്നതല്ല, ആ ക്രിസ്തുവിനെ അറിയുന്നവർ. നമ്മുടെ ക്ലാസ്സുകളുടെയും നമ്മുടെ ഒക്കെ ലക്ഷ്യം ക്രിസ്തീയ സത്യങ്ങളെ ആളുകളുടെ ഹൃദയങ്ങളുടെ ബോധ്യങ്ങളാക്കി തീർക്കുക. ബോധ്യങ്ങളാക്കിയിട്ട് നമുക്ക് വിട്ടാൽ മതി, പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ സുവിശേഷ പ്രസംഗത്തിൽ നമ്മൾ അതല്ലേ ചെയ്യുന്നേ. സുവിശേഷം എത്ര നന്നായി പറഞ്ഞു, ഭംഗിയായി പറഞ്ഞു, ശരിയായി പറഞ്ഞു, ദീർഘമായി പറഞ്ഞു, ക്ലിപ്തമായി പറഞ്ഞു, രസകരമായി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? അവന് ബോധ്യമായാല് അല്ലെങ്കിൽ ഈ പറച്ചിലൊക്കെ വെറുതെ അല്ലേ. എന്നാ വിരസമായിട്ടും ബോറടിപ്പിക്കുന്ന രീതിയിലും വിഷമിപ്പിച്ചും ഒക്കെ ആണെങ്കിൽ പറഞ്ഞാലും ഈ കാര്യം ഇവന് ക്ലിക്ക് ചെയ്താൽ, ചേടാ ഇതാണോ ശരിയെന്ന് ക്ലിക്ക് ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. എത്ര വിദഗ്ധമായി പറഞ്ഞാലും രക്ഷിക്കപ്പെട്ടുള്ളൂ. എവിടെയാ വ്യത്യാസം? ആശയം ഹൃദയത്തിന് ബോധ്യമാണ്. ഒരർത്ഥം നമ്മളല്ല അത് ചെയ്യുന്നതെന്നറിയാം, നമ്മൾ മുഖാന്തരങ്ങളാണ്. ആ ബോധ്യപ്പെടുത്തൽ, അതാണ് ഉപദേശ പഠനം. സുവിശേഷ പ്രസംഗം പോലെ തന്നെ, സുവിശേഷം തന്നെയല്ലേ ബൈബിൾ മുഴുവൻ. അതാണ് നമ്മുടെ അധ്യാപനത്തിന്റെ, ക്രിസ്തീയ ശുശ്രൂഷയുടെ ദൗത്യം, ഉപദേശ ദൗത്യം. ഏത് ഉപദേശവും ജീവിക്കുന്നിടത്തോളമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എത്രത്തോളം നമ്മൾ ജീവിക്കുന്നുണ്ട് അത്രത്തോളമേ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു. അതുകൊണ്ട് ആരെങ്കിലും ഫലം നോക്കി ഈ വൃക്ഷങ്ങളെ വിധിച്ചാൽ അവരെ കുറ്റം പറയാനായിട്ട് കഴിയില്ല. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും, ഉപദേശവും ജീവിതവും സമന്വയിപ്പിച്ച് കർത്താവ് പറഞ്ഞ പ്രസിദ്ധമായ വാക്യം. തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ, എൻ്റെ വചനം എൻ്റെ ഉപദേശമുള്ള വചനം, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, എൻ്റെ ജീവിതം ജീവിക്കുന്നവരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നമുക്ക് ദൈവം നൽകിയ ഭാഗ്യം അതാണ്. അവന്റെ വചനം, അവനിൽ നിലനിൽക്കാനും ആ നിൽക്കുന്നത് വഴി ജീവിതത്തിൽ ക്രിസ്തു ശിഷ്യന്മാരായി തീരാനും, യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരായി, നിത്യതയുള്ള നല്ല മനുഷ്യരായി ജീവിക്കാനും ദൈവം നൽകിയ സ്വാതന്ത്ര്യം. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉപദേശവും ജീവിതവും പുതിയ നിയമലേഖനങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന സത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇത് രണ്ടും ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതകളാണ് എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. വിശ്വാസം വർദ്ധിക്കുമ്പോൾ, ഉപദേശം വർദ്ധിക്കുന്നതിന് അതിന്റെ നിലവാരത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടും. ഒന്നിനോട് ചേർന്ന് പൂരകങ്ങളായിരിക്കുന്ന വസ്തുതകളാണ് എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. ജീവിതം ആസ്വാദ്യകരമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഉപദേശങ്ങളിലുള്ള നമ്മുടെ ബോധ്യവും നമ്മുടെ ദർശനവും അത് മാറണം, അതിനനുസരിച്ച് ക്രമപ്പെടണം, അതിനനുസരിച്ച് അച്ചടക്കമുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകണം എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. മാത്രമല്ല, അതാണ് നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായ നന്മയെന്നും നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. നമുക്ക് ആ നിലയിൽ ഏകാല ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്, ദൈവം തന്നെയാണ് എന്ന് നമ്മൾ കേട്ടു. നമുക്ക് ആ വിധത്തിൽ ജീവിക്കുവാനായിട്ട് ആവശ്യമായ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് എളുപ്പമല്ല. നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോഴും ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, വിത്ത് വിതച്ചാൽ മാത്രമേ നമുക്ക് കൊയ്ത്തുണ്ടാവൂ എന്നല്ല. എല്ലാ വിതയിലും നല്ല കൊയ്ത്തുകൾ ഉണ്ടാകാറില്ല. ക്രമപ്പെട്ടതായ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ പാകപ്പെടുത്തിയതായ രീതിക്കുള്ള ജീവിതത്തിൽ മാത്രമേ അത് വളരാനും പുഷ്ടിപ്പെടാനും ഫലം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആയിരിക്കാനായിട്ട് നമുക്ക് അധ്വാനിക്കാം. സ്ത്രീ ജീവിതം നന്മയുടെയും സന്തോഷത്തിന്റെ ആകുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പഠിപ്പിച്ച കർത്തൃദാസനോടുള്ള
സ്നേഹവും നന്ദി അറിയിക്കുന്നു.